നോക്ക് ബോയ്സ്, വലത് കൈ അപ്പ് ആൻഡ് ഡൗൺ സ്പീഡിൽ. ഒരു ലിറ്റർ എണ്ണ വെച്ച നല്ല മസാല. ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആലപ്പുഴ മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന വഴി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി എടുത്ത കേട്ടോ ഇത് വീഡിയോ. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും രാവിലത്തെ ഒന്നും ഇതിപ്പം സമയം വൈകുന്നേരം ഒരു 5 മണി 5:30 ആക്കണം. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ നമ്മുടെ ഓഫീസിലെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാമല്ലോ. നമുക്ക് ഷൈജു മാരർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻ കാണിക്കുന്നത്, ഓരോ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനെ ട്രെയിനിങ് ചെയ്യിക്കുന്നത്, അങ്ങനെ ക്ലാസ് എടുക്കുന്നത്, അതായത് നമുക്കും ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നല്ലതായിരുന്നു. ഇപ്പോൾ ഞാനെന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടോ. എന്തായാലും കസ്റ്റമർ മസ്റ്റ് ബി ഡിലൈറ്റഡ്. അവർ സർവീസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഡിലൈറ്റഡ്. ഈ ഒരു പ്രൊസീജിയറിന് വിളിക്കുന്ന പേരാണ് സെയിൽസിൽ കസ്റ്റമർ പ്ലേസ്മെന്റ്. എന്താ വിളിക്കുക? കസ്റ്റമർ പ്ലേസ്മെന്റ്. ഇവിടെ കഴിവാണ്, ഒബ്സർവേഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ വണ്ടി, അദ്ദേഹത്തിന്റെ ഷൂ, അദ്ദേഹത്തിന്റെ ഷർട്ട്, അദ്ദേഹത്തിന്റെ മൊബൈൽ, അദ്ദേഹത്തിന്റെ ചാവി, അദ്ദേഹത്തിന്റെ വാച്ച് മുഴുവൻ റേറ്റ് ചെയ്യണം. നല്ല കഴിവുമാണ് ഒബ്സർവേഷൻ. ഇതുപോലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയത്തില്ല, അതായത് കൊള്ളായിരുന്നു മൊത്തത്തിൽ. പുതിയ ഓരോരോ അറിവും പുതിയ കൺവിൻസ് സ്കില്ല്, വോയിസ് മോഡുലേഷൻ പല അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ടെല്ലാം ടാറ്റ ബൈ ബൈ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനൊരു വീഡിയോ വരത്തില്ലായിരുന്നു. കാരണം ഈ സൺഡേ ഞാൻ മാക്സിമം എല്ലാവരും ആശിച്ചു എന്തോ പറയുന്നത്, സൺഡേ വന്നാൽ നമുക്ക് ഒരു വീക്കെൻഡിലെ കിട്ടുന്നത് എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും മാക്സിമം പല പ്രോഗ്രാമും കിട്ടുന്നത് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ സൺഡേ വന്നാൽ ലേറ്റായിട്ട് എണീക്കുക, വൈകുന്നേരം ഒന്ന് ഫ്രഷപ്പായിട്ട് വെള്ളോട്ട് ഇറങ്ങുക, പിന്നെ നാളെ മൺഡേ ആയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുക, പിന്നെ അടുത്ത സൺഡേക്ക് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എല്ലാവരും. ഇപ്പം ഞാനും അത് തന്നെ, അതേ മൈൻഡ് തന്നെ ആയിരുന്നു. പിന്നെ ഒരു ഞായറാഴ്ച ഓക്കെ ഒന്ന് ജസ്റ്റ് ട്രെയിനിങ് അല്ലേ, നമുക്കും നാളെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങൾക്കും നമുക്കും പ്രയോജനപ്പെടും എന്നുള്ളൊരു മൈൻഡിൽ പോയി. കാരണം അത് പോയതുകൊണ്ടാണ് എനിക്കിന്ന് വീഡിയോ ഇടാനും എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മടി വെച്ചാൽ മടിച്ചിരിക്കും ജീവിതം മൊത്തം. ഒരിക്കലും എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം കേട്ടോ, നമ്മൾ മടി പിടിക്കില്ല. മടി പിടിച്ചാൽ പിന്നെ പോയി ജീവിതം കാലം മൊത്തം അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം ഞാൻ മടി പിടിച്ചിരുന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോകാതെ എന്തെങ്കിലും ഒരു അറ്റൻഡ് ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ എനിക്കൊരു വളരെ നഷ്ടമായേനെ. കാരണം പുള്ളിക്കാരൻ പറഞ്ഞ, അതെ ഷൈജു മാരർ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കത് നമ്മുടെ ലൈഫിലായാലും നമ്മുടെ എന്താ പറയുന്നത് വർക്കിലായാലും നമുക്കത് യൂസ്ഫുള്ളാണ്. അത് ഒരു പുള്ളിക്കാരൻ സെയിൽസ് ട്രെയിനിങ്ങാണ് പറഞ്ഞു തന്നെങ്കിൽ അതിൽ പറഞ്ഞു തന്ന ചില കാര്യങ്ങളും നമ്മുടെ ലൈഫിലും നമുക്കത് പ്രയോജനപ്പെടും. ലൈഫെന്ന് വെച്ചാൽ പേഴ്സണൽ ലൈഫിൽ, അതായത് ഈ വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ തന്നെ. കാരണം അതങ്ങനെ നമുക്ക് പല കാര്യങ്ങളത് പുള്ളിക്കാരൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്കത് മനസ്സിലാവും. ഒരാളിൽ നിന്ന് ഒരാൾ അങ്ങനെ നമുക്ക് എത്ര കിട്ടിയാലും മതി വരാത്തത് പണമല്ല, അറിവാണ്. എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ. ഈ ലോകത്ത് എത്രയോ ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റുണ്ട്, അവർക്ക് ഓരോ മൈൻഡുണ്ട്, അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മൈൻഡ്, എൻ്റെ അഭിപ്രായം കേട്ടോ. ഇപ്പം നിങ്ങൾക്കങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ മറ്റുള്ളവർ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കേൾക്കുന്നവർക്കും നിങ്ങൾക്കൊരു മൈൻഡ് കാണുമല്ലോ. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കൽ ഒരു കാര്യം പറഞ്ഞു. അത് കുറച്ചാൾ മുമ്പ് അതായത് ഈ ലാസ്റ്റ് സൺഡേ ആണ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞത്. അതിൻ്റെ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു. ഒരു ലിങ്ക് ഇട്ടെന്നിട്ട്, എടാ
നീ രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞുതരാം, ഇന്ന ചെയ്യണം ഇന്ന ചെയ്യണം. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് നല്ലത് നമുക്ക് നമ്മളിപ്പം രാവിലെ എണീക്കുമ്പോൾ അത് സാധിച്ചു തരണം, ഇത് സാധിച്ച് തരണേ എന്നല്ലേ പറയണം. കാരണം അങ്ങനെ പറയരുത്. ഇപ്പം നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലോ അത് നടന്നെന്നുള്ള രീതിയിൽ പറയണമെന്ന്. അതായത് ഇപ്പോൾ രാവിലെ എണീച്ചു, ഇപ്പോൾ എനിക്കൊരു എന്തുകൊണ്ടാണ് എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കണമെന്ന്. അത് താങ്ക്സ് യൂണിവേഴ്സ്, എന്നിട്ട് നമ്മുടെ എന്താണ് ആഗ്രഹം അത് സാധിച്ചു തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണീക്കണം. അങ്ങനെ ഇപ്പം അങ്ങനെ കുറേ കാര്യം അതേ സെയിം കാര്യം വേറൊരു സ്റ്റൈലിൽ ഈ പുള്ളിക്കാരനും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിടി നിനക്കെന്തോ വട്ടായത്. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പുള്ളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും ചോദിച്ചു തന്നില്ല. അവൾ ഡയറക്റ്റ് എനിക്കൊരു ലിങ്ക് ഇട്ട് തന്നിട്ട് ഈ വീഡിയോ കണ്ടു, ഇതുപോലെ ചെയ്യണം, ഇതുപോലെ പറയണം, രാവിലെ എണീക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലോ അത് സാധിച്ചു എന്നുള്ള രീതിയിൽ താങ്ക്സ് പറയുന്ന രീതിയിൽ നീ എന്നെ താങ്ക്സ് ടു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ എന്തുകൊണ്ട് ആഗ്രഹമുള്ളത് സാധിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ പറയണമെന്ന്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ നോക്ക്, നിങ്ങൾക്കും ചിലപ്പോൾ നടക്കും. കാരണം ഇത് ചേച്ചിയും പറഞ്ഞു, ട്രെയിനറും പറഞ്ഞു, എല്ലാവരും പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നെന്നുള്ള രീതിയിൽ നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എണീച്ച് നോക്കട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ലൈഫേ ഉള്ളൂ, അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കും. അതിപ്പോൾ എങ്ങനെയായാലും എന്നുവെച്ച് തെറ്റ് ചെയ്യാനോ ന്യായമല്ലാത്ത രീതി ചെയ്യാനോ ഒക്കില്ല, കള്ളം പറയാനും പാടില്ല. മനസ്സിലായോ? സത്യസന്ധമായിട്ട് ജീവിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളം കാണിച്ച് ജീവിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. സത്യസന്ധമായിട്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.